നോർമലി നമുക്ക് നമ്മുടെ ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് കുറെ എക്സൽ ഫയലുകൾ ഒരേപോലെയുള്ള ഒരേ ഫോർമാറ്റിലുള്ള എക്സൽ ഫയലുകൾ. ഉദാഹരണത്തിന് ഒരുപാട് മാസത്തെ ഡാറ്റ, ഈ ഡാറ്റകളൊക്കെ തന്നെയും സെയിം ഫോർമാറ്റിൽ ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒറ്റ ഫയലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. കാരണം നമ്മുടെ അനാലിസിസ് ഒക്കെ ഏകദേശം കുറെ ഫയലുകൾ, ഒരേപോലെയുള്ള കുറെ ഫയലുകൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒറ്റ ഫയലിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ ബേസിലായിരിക്കും നമ്മൾ മിക്കവാറും നമ്മുടെ അനാലിസിസ് ഒക്കെ നടത്താൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫയൽസ്, ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് മാസത്തെ ഡാറ്റ അല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ ഡാറ്റ എങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒറ്റ ഫയലിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിലുള്ള കൺസോളിഡേഷൻ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റ് ഒറ്റ എക്സൽ ഫയലിലുള്ളതും, രണ്ടാമത്തെ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എക്സൽ ഫയൽസ് ഒരു ഫോൾഡറിൽ നിന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു എക്സൽ ഫയലിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് 3 ഫയലുകൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഈ 3 ഫയലുകൾ കൺസോളിഡേറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് ഒറ്റ വർക്ക്ഷീറ്റിലേക്ക് ആക്കാൻ പറ്റും എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഒരു വർക്ക്ഷീറ്റ് ജനുവരി, രണ്ടാമത്തെ ഫയലിൽ നിന്ന് ഫെബ്രുവരി ഫയലിൽ നിന്ന് ഉള്ള ഡാറ്റ, അതിന്റെ താഴെയായിട്ട് മാർച്ച് ഫയലിൽ നിന്നുള്ള ഡാറ്റ വീണ്ടും താഴെയായിട്ട്. ഓക്കെ, നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നിങ്ങനെ ഉള്ള 3 ഫയലിൽ നിന്ന് ഒരു കൺസോളിഡേറ്റഡ് ഷീറ്റിലേക്ക് എങ്ങനെ 1 by 1 ആയിട്ട് സ്റ്റാക്ക് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നുള്ളത് 3 ഫയലാണ്. പക്ഷെ നമ്മൾ ആക്ച്വൽ സെനാരിയോയിൽ നമുക്ക് ഒരുപാട് ഫയലുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നു. പുതിയ ഒരു എക്സൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഡാറ്റ ടാബിലേക്ക് പോകുമ്പോൾ നമുക്ക് ഗെറ്റ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സൽ ഫയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ, ഫ്രം ഫയൽ എക്സൽ ഫയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കും ഡാറ്റ സോഴ്സ് എവിടെ നിന്നാണ്, ഏത് ഡാറ്റയാണ് നിങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ഈ ഒരു ഫയലാണ്, സെയിൽസ് ഡാറ്റ മൾട്ടിപ്പിൾ ഷീറ്റ്സ് എന്നുള്ള ഈ ഒരു ഫയൽ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മോട് ചോദിക്കും ഏതൊക്കെ ഫയലാണ് ലോഡ് ചെയ്യേണ്ടതെന്ന്. ഇത് ഡയറക്ട്ലി നമ്മൾ പവർ ക്വറി എഡിറ്റർ എന്നുള്ള അവിടത്തേക്ക് ആണ് കൊണ്ടുപോവുക. പവർ ക്വറി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അത് ഒരു പവർഫുൾ ട്രാൻസ്ഫോർമേഷൻ ടൂളാണ്. എക്സലിന്റെ കൂടെ വരുന്ന ഒരു പവർഫുൾ ട്രാൻസ്ഫോം ടൂളാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, എന്നിട്ട് നമുക്ക് ട്രാൻസ്ഫോം ഡാറ്റ എന്നുള്ള സ്ഥലത്ത് പോവുക. അപ്പോൾ ട്രാൻസ്ഫോം ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഡയറക്ട്ലി അത് ലീഡ് ചെയ്യുന്നത് പവർ ക്വറിയുടെ വിൻഡോയിലേക്കാണ്. അവിടെയാണ് നമ്മൾ ഈ 3 ഫയലുകളും മെർജ് ചെയ്തിട്ട് ഒറ്റ ഫയലാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു അപ്പൻ ക്വറീസ് എന്നുള്ള ഒരു ഓപ്ഷൻ, ഹോം ടാബിന്റെ കീഴിൽ അപ്പൻ ക്വറീസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ 2 ഓപ്ഷൻ ഉണ്ട്, അപ്പൻ ക്വറീസ് ആസ് ന്യൂ. നമ്മൾ അപ്പൻ ക്വറീസ് ആസ് ന്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും 2 ടേബിൾ ആണോ അല്ലെങ്കിൽ 3 or more ടേബിൾ ആണോ. നമ്മുടെ ഈ കേസിൽ 3 ടേബിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫസ്റ്റ് ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ജനുവരി ഫയലാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ നാം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റിമൂവ് ആവും. വീണ്ടും നമ്മൾ ജനുവരി എന്നുള്ളതിന് ആഡ് ചെയ്യും. ഇവിടെ കണ്ടില്ല വരുന്നത്.
ഫെബ്രുവരി ആഡ് ചെയ്യും, മാർച്ച് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ക്വറി ഇവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നുള്ള ഡാറ്റയുടെ ഒരു കൺസോളിഡേറ്റഡ് വർക്ക്ഷീറ്റ് ആണ് ഇത്. അപ്പൊ നമുക്ക് ഇതിന്റെ പേര് മാറ്റി നമുക്ക് എന്തെങ്കിലും കൺസോളിഡേറ്റഡ് ഡാറ്റ, ഓക്കെ. എന്നിട്ട് നമ്മൾ ക്ലോസ് ആൻഡ് ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് എക്സലിൽ ലോഡായിട്ട് വരും. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, പിന്നെ അതിന്റെ കൺസോളിഡേറ്റഡ് വേർഷനായ ഇത്. ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നുള്ള ഡാറ്റ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് ലോഡ് ടു എന്നുള്ളിടത്തിൽ ഓൺലി ക്രിയേറ്റ് കണക്ഷൻ എന്നുള്ള അത് ക്ലിക്ക് ചെയ്താൽ ഈ ഷീറ്റിലെ ഡാറ്റ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ഹെഡിങ് എല്ലാത്തിന്റെയും സെയിം ഫോർമാറ്റ് ആയിരിക്കണം. ഒരു സ്പേസ് പോലും വരാൻ പാടില്ല. ഇങ്ങനെ സ്പേസ് അല്ലെങ്കിൽ ഹെഡിങ് മാറ്റമുള്ള എക്സൽ ഷീറ്റിനെ എങ്ങനെയാണ് കൺസോളിഡേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പിന്നെ വേറൊരു വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അതിനുവേണ്ടി നമ്മൾ ഒരു പുതിയ എക്സൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 3 ഫയലുകൾ ഉള്ളത് ഈ ഒരു ഫോൾഡറിലാണ്. നമുക്ക് ഈ ഫോൾഡറിന്റെ പാത്ത് കോപ്പി ചെയ്യാം, Ctrl+C. എന്നിട്ട് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള ബ്ലാങ്ക് എക്സൽ ഫയലിൽ ഓപ്പൺ ചെയ്തിട്ട് ഡാറ്റ, വീണ്ടും ഗെറ്റ് ഡാറ്റ ഫ്രം ഫയൽ. ബട്ട് ഈ പ്രാവശ്യം നമുക്ക് ഫ്രം ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ആ ഫോൾഡർ നെയിം ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. ദെൻ ഓപ്പൺ. ഇവിടെ നമുക്ക് ഓപ്ഷൻ കാണാം, കമ്പൈൻ ട്രാൻസ്ഫോം, കമ്പൈൻ ആൻഡ് ലോഡ് ടു. ഇത് കുറെ ഓപ്ഷനുകളാണ് നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള. പക്ഷെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ട്രാൻസ്ഫോം ഡാറ്റ എന്നുള്ള ഒരു ബട്ടൺ ആണ്. അപ്പോൾ നമ്മളെ പവർ ക്വറിയിലേക്ക് അത് നമ്മളെ ലീഡ് ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോളം മാത്രം ഇവിടെ നിലനിർത്തിയിട്ട് ബാക്കിയെല്ലാം റിമൂവ് ചെയ്യുന്നു. റിമൂവ് അതർ കോളം. ഓക്കെ. ആഡ് കോളം, കസ്റ്റം കോളം. ഇവിടെ നമ്മൾ എക്സൽ ഡോട്ട് വർക്ക് ബുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന എക്സൽ ഡോട്ട് വർക്ക് ബുക്ക് എന്ന ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്നുള്ള കണ്ടന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മൾ കോമ ട്രൂ, ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി. ഓക്കെ. പിന്നെ നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ലോഡ് മോർ കംപ്ലീറ്റ് ഡാറ്റ ഡ്രിൽ ഡൗൺ ആയിട്ട് വരും. അപ്പോൾ ഇത് ഓക്കെ അടിക്കുക. അപ്പൊ ഇവിടെ ടേബിൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഡാറ്റ എന്നുള്ള കോളത്തിന് അടിയിൽ ടേബിൾ എന്നുള്ളത്, ഇത് നമുക്ക് ഓരോ മാസത്തെയും ഡാറ്റയാണ്, ഫെബ്രുവരി, ജനുവരി, മാർച്ച്. ഓക്കെ. അപ്പൊ ഇത് മാത്രം നിലനിർത്തിയിട്ട് ബാക്കി എല്ലാ കോളങ്ങളും നമുക്ക് റിമൂവ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇത് ഓക്കെ അടിക്കുക. അപ്പൊ നമുക്ക് 3 ഫയലുകളും കൺസോളിഡേറ്റ് ചെയ്ത് ഒറ്റ ഫയലായിട്ട് മാറിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ഫോൾഡറിൽ നിന്നുള്ള ഡാറ്റ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോൾഡറിലുള്ള എല്ലാ ഫയലുകളുടെയും ഹെഡിങ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. ഹെഡിങ് സെയിം അല്ലെങ്കിൽ അതിന് വേറെ മെത്തേഡ് ഉണ്ട്, ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ആയിട്ട് എഴുതിയാൽ ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും.